പൂക്കളുടെ സുഗന്ധം കാറ്റിൽ നൃത്തം ചെയ്യുന്ന കൃതജ്ഞ ഗ്രാമത്തിൽ ദേവിക എന്ന കൗതുകിയായ യുവതി ജീവിച്ചിരുന്നു. പൂർണ്ണമായ ജീവിതത്തിൻ്റെ സാരാംശം തേടി ദേവിക ബഹുമാനപ്പെട്ട സൻഗുരുവായ ഗുരു അർണവിനെ സമീപിച്ചു. പ്രാചീന വനങ്ങളുടെ പ്രശാന്തത കാത്തുസൂക്ഷിക്കുന്ന കണ്ണുകളോടെ ഗുരു അർണവ് കൃതജ്ഞതയുടെ പരിവർത്തന ശക്തി അനാവരണം ചെയ്യാൻ തയ്യാറായി. ശാന്തമായ മുളങ്കാടിലേക്ക് ദേവികയെ സ്വാഗതം ചെയ്തു. 1. അവബോധത്തിൻ്റെ ഉണർവ്. ഗുരു അർണവ് തുരമ്പെടുക്കുന്ന മുളയിലകളാൽ ചുറ്റപ്പെട്ട് ആദ്യ പോയിന്റോടെ അവബോധത്തിൻ്റെ ഉണർവ് പഠിപ്പിക്കാൻ തുടങ്ങി. ദേവിക മാസ്റ്റർ പറഞ്ഞു, നിങ്ങൾക്ക് ചുറ്റുമുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള അവബോധത്തിൽ നിന്നാണ് നന്ദി ആരംഭിക്കുന്നത്. സന്തോഷത്തിൻ്റെ ചെറിയ നിമിഷങ്ങൾ, പ്രകൃതിയിലെ സൗന്ദര്യം, മറ്റുള്ളവരുടെ ദയ എന്നിവ ശ്രദ്ധിച്ചുകൊണ്ട് ദിവസം ആരംഭിക്കുക. നന്ദിയുള്ള ഹൃദയത്തിലേക്കുള്ള ആദ്യ പടിയാകട്ടെ അവബോധം. അർണവിനെ വഴികാട്ടിയായി സങ്കല്പിച്ച് ദേവിക വർത്തമാന നിമിഷത്തിൻ്റെ സമ്പന്നതയിലേക്ക് കണ്ണു തുറന്നു. ദൈനംദിന ജീവിതത്തിൻ്റെ രേഖാചിത്രത്തിൽ കൃതജ്ഞത കണ്ടെത്തി. 2. നന്ദിയുള്ള ഹൃദയം നട്ടുവളർത്തൽ. അവർ നദീതീരത്തു കൂടെ നടക്കുമ്പോൾ ഗുരു അർണവ് രണ്ടാമത്തെ പോയിന്റ് പങ്കിട്ടു. നന്ദിയുള്ള ഹൃദയം വളർത്തിയെടുക്കണം. നിങ്ങളുടെ ആത്മാവിൻ്റെ പൂന്തോട്ടത്തിൽ നന്ദിയുടെ വിത്തുകൾ നട്ടുപിടിപ്പിക്കുക. അവയ്ക്ക് മനഃപൂർവ്വം നനയ്ക്കുക. പൂന്തോട്ടമായി വളരാൻ അനുവദിക്കുക. നന്ദിയുള്ള ഹൃദയം വെല്ലുവിളികളെ അവസരങ്ങളായും സങ്കടങ്ങളെ പാഠങ്ങളായും മാറ്റുന്നു. ഇപ്പോൾ ഉള്ളിലെ പൂന്തോട്ടം പരിപാലിക്കുന്ന ദേവികയ്ക്ക് അവളുടെ ഹൃദയത്തിൽ നന്ദിയുടെ മുകുളങ്ങൾ വിരിയുന്നതായി തോന്നി. നന്ദി പ്രകടിപ്പിക്കൽ. ഒരു പുരാതന പീപ്പിൾ മരത്തിൻ്റെ തണലിൽ ഗുരു അർണവ് മൂന്നാമത്തെ കാര്യം ഊന്നി പറഞ്ഞു. നന്ദി പ്രകടിപ്പിക്കുന്നു. കൃതജ്ഞത പ്രകടിപ്പിക്കുമ്പോൾ അത് ശക്തി പ്രാപിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ അഭിനന്ദനത്തിൻ്റെ സുഗന്ധം വഹിക്കുന്ന മൃദുവായ കാറ്റുപോലെയാവട്ടെ. മറ്റുള്ളവരോട് മാത്രമല്ല, നിങ്ങളോടും നന്ദി പ്രകടിപ്പിക്കുക. നിങ്ങളുടെ സ്വന്തം യാത്രയെ ദയയോടെ അംഗീകരിക്കുക. ജ്ഞാനത്താൽ പ്രചോദിതയായ ദേവിക അവളുടെ ഇടപെടലുകളിലും പ്രതിഫലനങ്ങളിലും നന്ദിയുടെ നൂലുകൾ നെയ്യാൻ തുടങ്ങി. 4. പ്രതികൂല സാഹചര്യങ്ങളിൽ നന്ദി. നക്ഷത്ര നിബിഡമായ ആകാശത്തിന് താഴെ ഗുരു അർണവ് നാലാമത്തെ പോയിന്റ് വെളിപ്പെടുത്തി. പ്രതികൂല സാഹചര്യങ്ങളിൽ നന്ദി. ദേവിക വെല്ലുവിളി നിറഞ്ഞ നിമിഷങ്ങളിൽ പോലും നന്ദി കണ്ടെത്തുന്നതിലാണ് യഥാർത്ഥ ശക്തിയുള്ളത്. പ്രതികൂല സാഹചര്യങ്ങളിൽ പാഠങ്ങൾ, പ്രതിരോധം, വളർച്ചയ്ക്കുള്ള അവസരങ്ങൾ എന്നിവ തേടുക. കൃതജ്ഞത ഒരു വിളക്ക് പോലെ ഇരുണ്ട രാത്രികളിലൂടെ നിങ്ങളെ നയിക്കുന്നു. കൃതജ്ഞതാ മനോഭാവത്തിൻ്റെ വെല്ലുവിളികളെ സ്വീകരിക്കുന്ന ദേവിക നന്ദിയുടെ ദൃഢത കണ്ടെത്തി. 5. കൃതജ്ഞത ഒരു ദൈനംദിന പരിശീലനമായി. ശാന്തമായ ധ്യാനസ്ഥലത്ത് ഗുരു അർണവ് 5ാമത്തെ പോയിന്റിനെ കുറിച്ച് സംസാരിച്ചു. കൃതജ്ഞത ദൈനംദിന പരിശീലനമായി. ദേവിക കൃതജ്ഞത നിങ്ങളുടെ ദൈനംദിന ആചാരത്തിൻ്റെ ഭാഗമാക്കുക. ജേർണലിങ്ങിലൂടെയോ ധ്യാനത്തിലൂടെയോ നിങ്ങളുടെ അനുഗ്രഹങ്ങൾ എണ്ണുന്നതിലൂടെയോ പ്രതിഫലനത്തിൻ്റെ നിമിഷങ്ങൾ സൃഷ്ടിക്കുക. സ്ഥിരത ക്ഷണികമായ വികാരത്തിൽ നിന്ന് നന്ദിയെ ജീവിത രീതിയാക്കി മാറ്റുന്നു. ദിവസേനയുള്ള കൃതജ്ഞതാ പരിശീലനങ്ങൾ ഉൾപ്പെടുത്തിയ ദേവിക അവളുടെ കാഴ്ചപ്പാടിലും ക്ഷേമത്തിലും അഗാധമായ മാറ്റം അനുഭവിച്ചു. 6. കൃതജ്ഞതയുടെ അലകളുടെ പ്രഭാവം. സൂര്യപ്രകാശത്തിൻ്റെ ആദ്യ കിരണങ്ങൾ ചക്രവാളത്തെ സ്പർശിക്കുമ്പോൾ ഗുരു അർണവ് 6ാമത്തെ പോയിന്റുമായി ഉപസംഹരിച്ചു. നന്ദിയുടെ അലയൊലികൾ. ദേവിക, നീ ഉള്ളിൽ നട്ടുവളർത്തുന്ന കൃതജ്ഞത നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തെ സ്പർശിക്കുന്ന അലയൊലികൾ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ നന്ദിയുള്ള ഹൃദയം ഒരു ദീപസ്തംഭമായി മാറുന്നു. നന്ദിയുടെ സൗന്ദര്യം ഉൾക്കൊള്ളാൻ മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നു. ഈ രീതിയിൽ നന്ദി ലോകത്തിന് നിങ്ങൾ നൽകുന്ന സമ്മാനമായി മാറുന്നു. ഇപ്പോൾ അലകളുടെ പ്രഭാവത്തെക്കുറിച്ച് ബോധവാനായ ദേവികയ്ക്ക് നന്ദിയുടെ പരസ്പരബന്ധം അവളുടെ സമൂഹത്തിൽ സന്തോഷത്തിൻ്റെ ഒരു ചരട് നെയ്തതായി അനുഭവപ്പെട്ടു. പ്രഭാതത്തിൻ്റെ സൗമ്യമായ പ്രഭയിൽ ഗുരു അർണവ് പറഞ്ഞു, ദേവിക അവബോധം ഉണർത്തി നന്ദിയുള്ള ഹൃദയം വളർത്തിയെടുക്കുക. നന്ദി പ്രകടിപ്പിക്കുക. പ്രതികൂല സാഹചര്യങ്ങളിൽ കൃതജ്ഞത കണ്ടെത്തുക. കൃതജ്ഞത ദൈനംദിന പരിശീലനമാക്കി അലകളുടെ പ്രഭാവം മനസ്സിലാക്കുക. നിങ്ങൾ പരിവർത്തന ശക്തിയെ അൺലോക്ക് ചെയ്യുന്നു. നീ നിങ്ങളുടെ ജീവിതം അസ്തിത്വത്തിൻ്റെ സിംഫണിയുമായി യോജിപ്പിച്ച് നന്ദിയുടെ ഈണമാകട്ടെ.
ഇപ്പോൾ ജ്ഞാനത്തിൽ മുഴുകിയിരിക്കുന്ന ദേവിക കൃതജ്ഞതയാൽ നിറഞ്ഞ ഹൃദയത്തോടെ മുളങ്കാടിനെ ഉപേക്ഷിച്ചു. അതിൻ്റെ മാന്ത്രികത തൻ്റെ ജീവിതത്തിൻ്റെ തുണിയിൽ നെയ്തെടുക്കാൻ തയ്യാറായി. ഇഫ് യു ലവ് ടു വാച്ച് ദിസ് വീഡിയോ, യു ക്യാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.